നമുക്കിന്ന് ഒരു സൂപ്പർ വെണ്ടക്ക തോരൻ ഉണ്ടാക്കാം. 5-8 വെണ്ടക്കയെടുത്ത് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇത് പച്ചക്കറി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടും. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 3-4 ചെറിയ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പകുതി സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ വെണ്ടക്ക തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 മുട്ടയിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ട എല്ലാ സ്ഥലത്തും ആവേണ്ട പോലെ ഇളക്കി കൊടുക്കണം. മൂടി വെച്ച് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് പശ പോലെയൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലുള്ള എരിവും ഉപ്പുമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പശുവിൻ നെയ്യ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ടയെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി. ഇത് ചപ്പാത്തിക്കും ചോറിനുമെല്ലാം കഴിക്കാൻ നല്ല സ്വാദാണ്. ഒന്ന് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.